ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ചെറുപ്രായത്തിൽ തന്നെ ജോലി തേടി ദാമോദര മേനോൻ വിദേശത്തേക്ക് പോയി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 2000 അവസാനമായി നാട്ടിലെത്തുന്നത്. കഴിഞ്ഞ മാസം വരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ 1 മാസം മുൻപ് അയച്ചു തന്നിരുന്നുവെന്നും സഹോദരൻ കരുണാകരൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാമോദര മേനോൻ. ഈ ചിത്രം ചേട്ടൻ എത്ര നാൾ മുമ്പ് കണ്ടിരിക്കുന്നത്? 1 മാസം മുമ്പ്. എന്താണ്, എങ്ങനെയാണ് കാണാനിടയായ സാഹചര്യം? കാണാനാണ് ഈ ഗോപിയോട് ഇടയ്ക്ക് വിളിക്കാൻ പറയും, മരുമോനോട്. അപ്പൊ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും, വീട്ടുകാര്യങ്ങളും പലതുണ്ടാവും. അപ്പൊ ഈ ഫോട്ടോ കിട്ടി. അപ്പൊ എനിക്ക് ഫോട്ടോ കാണിച്ചു. അങ്ങൊരു ടെലക്കോലായിരുന്നു. ടെലക്കോല് ജയിയായിട്ട് പ്രമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടെ നിന്ന്. എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഫോണിൽ ബന്ധപ്പെടാറ്. ഈ ഫോട്ടോയിലും കാണുന്ന ആള് ഫോണിൽ ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും അമ്മാമൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്, വിവരങ്ങൾ വോയിസ് മെസ്സേജ് ഒക്കെ വിടാറുണ്ട്, മറുപടി തരാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴാണ്? ഒരു മാസമായിട്ടുണ്ടാവും, 1-1.5 മാസമായിട്ടുണ്ടാവും. വയ്യാതിരിക്കും. ഹോസ്പിറ്റൽ പോയി അന്നാള് you must do today one நீங்க எதுக்கு த்ரோட் பெயின் இருக்குன்னு சொல்லிட்டீங்க? பெயின் எதுக்கு இருக்கு? இப்ப இருக்கா? இப்ப இருக்கா பெயின்? அந்த பெயின் இல்லை, இந்த பெயின். சாப்பாடு முடியுமா? இப்ப இல்லை. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. പുതുതായി പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഗൂഢാലോചന സംശയിച്ച പോലീസ് വ്യക്തത വരുത്താൻ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പുറത്തുവന്ന ദാമോദര മേനോന്റെ ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കും. MG പ്രതീഷ് വിവരങ്ങളുമായുണ്ട്. പ്രതീഷ്, ഇപ്പോൾ സുകുമാരക്കുറുപ്പ് വിഷയത്തിൽ വന്നിരിക്കുന്ന വ്യാജ ചിത്രം, അതിനുമേലൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇപ്പോൾ എന്താണ് ആദ്യം ചെയ്യുക? എന്താകും ആദ്യ നടപടി? സ്മൃതി, സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഭ്യൂഹങ്ങളിൽ കരുതലോടെ നീങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയുമായി പുറത്തുവന്ന വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പും ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും ഈ നേരത്തെ ഒരു വ്യക്തിയുടെ ചിത്രം, അത് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ ചിത്രീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുടുംബം തന്നെ അതിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ ആ കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഈ ദാമോദര മേനോനിലേക്ക് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ എത്താനിടയാക്കിയ സാഹചര്യം, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഗൂഢാലോചന വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് എത്തിയ ഈ സൈബർ വിദഗ്ധനിൽ നിന്നും ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും മൊഴിയെടുക്കാനും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ കേസ് ഡയറിയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരള പോലീസ് ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി അന്വേഷണം നടത്തിയ കേസാണ്. ആ കേസിൽ മറ്റ് പുതിയതായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ കേസ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തി നിൽക്കെ ഉയർന്നു വന്ന പുതിയ വെളിപ്പെടുത്തലുകൾ, അതിൽ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നതായിരിക്കും പ്രധാനമായും. ഗൂഢാലോചനയാണ് ഇപ്പോൾ സംശയിക്കുന്നത്, അതിന്മേലായിരിക്കും അന്വേഷണം എന്നുള്ളതാണ് പോലീസും നേരത്തെ പ്രതികരിച്ചത്. MG പ്രതീഷാണ് വിവരങ്ങൾ